ധർമ്മോ നിയമോ യമശ്ച ശ്രുതം ച കർമാണി ച സൽവ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്ത പരോഹി യോഗോ മനസസമാധി. നിങ്ങൾ നാമം ചൊല്ലുന്നതും അമ്പലത്തിൽ പോകുന്നതും എന്തു ചെയ്യുന്നതും മനസ്സിനെ സമബുദ്ധി കൈവരിപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് തിരിക്കാനാണെങ്കിൽ ആ മനസ്സ് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നിരിക്കും. അപ്പൊ ഇങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാം. ഇനി രണ്ടാമത് എങ്ങനെ സന്തോഷിപ്പിക്കാം? തുഷ്യതി അദോക്ഷജേ. അദോക്ഷജൻ സന്തോഷിക്കുന്നത് എപ്പോഴാണ്? സർവഭൂതേഷു ദയാം കുരുത. എന്ത് കാണിക്കണം? ദയ കാണിക്കണം. ദയ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതും ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതും ഒന്ന് ഘടിപ്പിച്ചു നോക്കുക നിങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലോകം നന്നാക്കാനല്ല നമ്മൾ വന്നത്. ലോകം നന്നാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വഭാവദൂഷ്യങ്ങൾ കാണിച്ചു കൊടുത്ത് അവരുടെ സ്വഭാവം നേരെയാക്കാനല്ല നമ്മൾ വന്നത്. ഒരു സ്വഭാവത്തെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. എൻ്റെ സ്വഭാവത്തെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് പറയാം സ്വാമി ഇത് ശരിയില്ല എന്ന്. സ്വഭാവം മാറ്റിയെടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. എനിക്ക് തോന്നണം എൻ്റെ സ്വഭാവം ശരിയില്ല. ഇനി മറ്റൊന്ന്, സ്വഭാവം നേരെയാക്കിയാലും സ്വഭാവം നേരെയാക്കിയില്ലെങ്കിലും ഇന്നത്തെ സ്വഭാവം നാളത്തെ ചീത്ത സ്വഭാവമാവാം. കൂടുതൽ നല്ലത് കാണിച്ചാലും പ്രശ്നമാണ്. ഒരു ഉദാഹരണത്തിന്, നല്ലൊരു സ്വഭാവം, അമ്മായിയമ്മ വല്ലതും പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് മകൾ മിണ്ടില്ല. മരുമകളോട് മിണ്ടാത്തൊരു സ്വഭാവം അമ്മായിയമ്മയ്ക്കുണ്ടെങ്കിൽ നല്ല സ്വഭാവം അവസാനം ചീത്ത സ്വഭാവമാവുമോ? ഉണ്ടോ ഇല്ലയോ? അങ്ങനെ നല്ല സ്വഭാവവും ചിലപ്പം ചീത്ത സ്വഭാവമാവും. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച ചീത്തയായി മാറുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്നത് എന്താണ്? ദയ കാണിക്കണം, കാരുണ്യം കാണിക്കണം. കാരുണ്യം എന്ന ശബ്ദത്തിനർത്ഥം അവരുടെ സ്വഭാവത്തെ മാറ്റാനല്ല നമ്മൾ അവരോട് പറയേണ്ടത്, അവരുടെ മനസ്സിനെ അവർക്ക് ഉയർത്താനായിട്ട് അവരെയും നമ്മുടെ കൂടെ കൂട്ടിയിട്ട് സത്സംഗത്തിലേക്ക് തിരിക്കാൻ സാധിച്ചാൽ അവരുടെ മനസ്സിനും ആരിലേക്ക് എത്താം. അപ്പം നമ്മൾ ദയ കാണിക്കുക, കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മനസ്സിനെ ഉയരാൻ സഹായിക്കുന്നതിനെയാണ് കാരുണ്യം കാണിക്കുക. നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ നമ്മളോട് കാണിച്ചിരിക്കുന്ന കാരുണ്യമുണ്ടല്ലോ. യസ്ത്വാനുഭാവമഖിലസ്തുതി സാരമേഘം അധ്യാത്മദീപമതിദിശതം തമോന്തം സംസാരിണം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുഭയാമി ഗുരും മുനീനം. ഈ വേദവ്യാസ മഹർഷിയുടെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ട് പറയാണ്, സംസാരിണം, സംസാരികളായിട്ടുള്ള ഞങ്ങൾക്ക്, ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ മുങ്ങിയിരിക്കുന്ന ഞങ്ങൾക്ക് അതിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട് കരുണയാഹ പുരാണഗുഹ്യം, കാരുണ്യത്തോടുകൂടി ഞങ്ങൾക്ക് ഉയരാനുള്ളൊരു മാർഗം കാണിച്ചു തന്നിരിക്കണം. അപ്പം നമ്മളൊക്കെ കരുണ കാണിക്കേണ്ടത് ഏത് വിധത്തിലാണ്? മറ്റുള്ളവരുടെ മനസ്സിനെ ഉയർത്തലാണ്. അതിന് മറ്റുള്ളവരുടെ മനസ്സിനെ ഉയർത്തണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തിയിരിക്കണം. ഇതാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം ആചരിക്കൂ, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. സ്വയം ഉയരാതെ, നമ്മൾ ഉയരാൻ ശ്രമിക്കാതെ മറ്റൊരാളെ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. ഇതാണ് കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അച്ഛനമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധ വെച്ചാൽ, എല്ലാവരും ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ വെച്ചാൽ, ഒന്ന് നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിനെ ഉയർത്താൻ സാധിക്കും. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ചീത്ത സംസ്കാരത്തെ നല്ലതാക്കുന്നതല്ല. കാരണം നല്ല സംസ്കാരവും കുറെ കഴിഞ്ഞാൽ ചീത്തതാവും. അതുകൊണ്ടാണ് ഭഗവാൻ ഒരിക്കലും ജീവിതത്തിൽ സുഖം ഉണ്ടാവും എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് സുഖവും ദുഃഖവും ബാലൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സുഖമുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് ദുഃഖമുണ്ട്. അപ്പം നല്ല സ്വഭാവം ഉണ്ടോ, ഒരു ചീത്ത സ്വഭാവം ഉണ്ടായേ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് കാണാം. നമ്മൾ കൂടുതൽ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ മറ്റൊരാളെ അവഗണിക്കേണ്ടി വരും. ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതാണ്. 2 കുട്ടികളുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിയോട് കാണിച്ച സ്നേഹം രണ്ടാമത്തെ കുട്ടി വരുന്നതിന് ശേഷം കാണിക്കാൻ പറ്റില്ല. പറ്റുമോ? കൂടുതൽ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കും തോറും അതിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ഒന്നാമത്തെ കുട്ടിയെ സംബന്ധിച്ച് അവന് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അവന് തോന്നും അമ്മയുടെ സ്വഭാവം ശരിയില്ല എന്ന്. നോക്കൂ നിങ്ങൾ. അപ്പം നല്ലതും ചീത്തതും ഈ പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മൾ നല്ലതിനെ ചീത്തയാക്കാനോ ചീത്തതിനെ നല്ലയാക്കാനോ അല്ല വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഈ സ്വഭാവത്തെ നേരെയാക്കാനല്ല, മനസ്സിനെ തന്നെ ഉയർത്താനാണ് വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, തുഷ്യതി അദോക്ഷജേ ദയാം കുരും, മറ്റുള്ളവരോട് നമ്മൾ ദയ കാണിക്കൂ എന്നാണ്. ഇന്നത്തെ ദയ എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെയാണ് ദയ. വയസ്സായിട്ടൊരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് ഭയങ്കര ദയയാണ്.
ശരി, അതൊരു ദയാണ്. ലോകത്തിൽ അങ്ങനെയും വേണം. വിവേകാനന്ദ സ്വാമികൾ പറയും, വിശക്കുന്ന വയറിനോട് ആത്മീയതയല്ല പറയേണ്ടത്, വിശക്കുന്ന വയറിന് ആദ്യം ഭക്ഷണം കൊടുക്കുക. അതൊരു ദയ തന്നെയാണ്. അതിലും പിശുക്കന്മാരുണ്ട്. വേറെ കാര്യം, ഈ ബസ് സ്റ്റാൻഡിലൊക്കെ കാണാമല്ലോ കൈ നീട്ടുന്ന ആളുകൾ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഒരു യാചകൻ വന്നിട്ട് കൈ നീട്ടുന്ന സമയത്ത്, സാർ ചായ കുടിക്കാനുള്ള കാശ് എന്നിങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് ആ ബസ്സിലിരിക്കുന്ന പാർട്ടിയെതിരെ പറയാണ്, എനിക്ക് തരണം എന്നൊക്കെ നല്ല മോഹമുണ്ട്, എന്നാ പിന്നെ തന്നൂടെ. ഈ ബസ്സിൽ എഴുതി വെച്ചിരിക്കണോ കൈയും തലയും പോരെ, പുറത്തിടരുത് എന്ന്. അതുകൊണ്ട് ഞാൻ അനുസരണമുള്ളൊരു യാത്രക്കാരനായതുകൊണ്ട് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. തരണം എന്നൊക്കെ നല്ലോണം മോഹമുണ്ട്. ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക? അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ട് ലോകത്തിൽ. അപ്പം നമ്മുടെ വിവേകം എന്തായിരിക്കണം? മറ്റുള്ളവരെ ഭൗതികമായും സഹായിക്കണം, മറ്റുള്ളവരെ ആത്മീയമായി സഹായിക്കണം. അങ്ങനെ കുട്ടികളെ തുഷ്ടേ തതത്ര കിമലഭ്യനൻ ആദ്യേ കിം തൈ ഗുണവ്യതികരാധികയേ സസിദ്ധാം ധർമാദയ കിമ ഗുണേന ച കാംക്ഷിതേനാം സരാംജുഷം ചരണയോരുപഗായതം ന തുഷ്ടേ ച തത്ര കിമലഭ്യനന്ദ ആദ്യേ കിം അലഭ്യം ആദ്യേ അനന്ത തുഷ്ടേ. ഭഗവാൻ അനന്തൻ, സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തുഷ്ടനായാൽ, സന്തുഷ്ടനായ, കിം അലഭ്യം, നിങ്ങൾക്ക് എന്താ കിട്ടാൻ ബാക്കിയാവുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടാത്തതായിട്ടുള്ളത്? അപ്പൊ ഭഗവാൻ അനന്തൻ തുഷ്ടനായി തീരണമെങ്കിൽ എന്ത് വേണം? ഭഗവാനിൽ നമ്മളെ തന്നെ സമർപ്പിക്കണം. ധർമായ കിമുഗുണേന ച കാംക്ഷിതേന, ഭഗവാനിൽ നിന്നൊന്നും കാക്ഷിക്കല്ല വേണ്ടത്, ഭഗവാനിലേക്ക് നമ്മളെ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഈ ശ്ലോകം വരും. അവിടെ ദശമസ്കന്ധത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ അക്രൂരര് പറയുന്ന ഭാഗങ്ങളായിട്ട്, അക്രൂരരുടെ കഥ പറയുന്ന സമയത്ത് ശ്രീ ശുകബ്രഹ്മർഷി പറയും, കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തൽപരാരാജൻ നഹി വാഞ്ജതി കിഞ്ചനാം. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ, ശ്രീനികേതനായിരിക്കുന്ന ഭഗവാൻ പ്രസന്നനായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടാത്തതായിട്ടുള്ളത്? തഥാപി തൽപരാരാജൻ നഹി വാഞ്ചതി കിഞ്ചന, ആ ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ചിരിക്കുന്നവര് നഹി വാഞ്ചതി. നഹി വാഞ്ചതി എന്നൊക്കെ പറഞ്ഞാൽ ഭഗവാനെ അല്ലാതെ അവർ മറ്റൊന്നും ആഗ്രഹിക്കില്ല. അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മൾ ക്രമേണ ഈ ഭക്തിയിലേക്ക് ഉയരണം. ക്ഷേത്രത്തിലൊക്കെ പോയാലുണ്ടല്ലോ, കുറച്ചു നേരം നാമം ജപിച്ചുകൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എന്തു വന്നാലും അത് ഭഗവാന്റെ പ്രസാദമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട്, അങ്ങനെ സ്വീകരിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട്, ഇനി ഞാൻ ഇവിടുന്ന് പോകുമ്പോഴും എൻ്റെ കൂടെ ഭഗവാനുണ്ടെന്നൊക്കെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ആരുണ്ടാവും? ഭഗവാൻ. അതല്ല നിങ്ങൾ 100 രൂപ ഒഴിഞ്ഞിട്ടിട്ട് ഭഗവാനെ ചൊറി മാറ്റി തരണേ എന്ന് ഭഗവാൻ പറയും, ഇരുന്ന് ചൊറിഞ്ഞോളൂ എന്ന്. പിന്നെ എന്തിനാ ഡോക്ടർമാരെയൊക്കെ വെച്ചിരിക്കുന്നത്? അവർക്കും വേണ്ട ജീവിതത്തിൽ ചൊറിയൽ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ചൊറിയാൻ കുറച്ച് കാശ് അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ തെറ്റായിട്ടുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ നല്ലൊരു സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരുന്നതിന് പകരം താഴ്ന്നുകൊണ്ട് ജീവിക്കാം. അതുകൊണ്ട് ഉണ്ണികളെ, നമ്മുടെ ജീവിതം നമുക്ക് ഉയർത്തണമെങ്കിൽ ധർമാർത്ഥകാമൈതിയോ ഭീതത്രിവർഗ ഈച്ഛാത്രയീ നയതമോ വിവിധാച്ച വാർത്ത മന്യേ തതേതദഖിലം നിഗമസ്യ സത്യം സ്വാത്മാർപ്പണം സ്വസുഗത പരമസ്യ പുംസ ധർമ്മ അർത്ഥകാമ ഇതി യോ അഭീതത്രിവർഗം ഈച്ഛാത്രയീ നയതമോ വിവിധാച്ച വാർത്ത. ഉണ്ണികളെ, വിവേകികളായിട്ടുള്ള ആളുകൾ, അവർക്ക് വിവേകമുള്ളതുകൊണ്ട് അവർക്കറിയാം ഈ ധർമ്മവും അർത്ഥവും കാമവും ഈ 3 എണ്ണമൊന്നും നമ്മുടെ മനസ്സിനെ ഒരിക്കലും ഭഗവാനിലേക്ക് ഉയർത്താൻ പോകുന്നില്ല എന്ന്. ഇന്ന് ഇവരാർക്കും ഉയർത്താൻ സാധിച്ചിട്ടില്ല. മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തണമെങ്കിൽ ആത്മാർപ്പണം, തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക വേണം. നിഗമസ്യ സത്യം, ഇതാണ് ശാസ്ത്രങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു തരുന്നത്. വേദങ്ങൾ നമ്മളോട് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിനെ അങ്ങോട്ട് സമർപ്പിക്കുന്ന. അതല്ലേ നമ്മുടെ എല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ, ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കൂ. അവസാനം പറയാനുള്ളത് എന്താണ്? നാരായണായേതി സമർപ്പയാമി. മനസ്സിനെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. ഹിന്ദുക്കളുടെ ഒരു മന്ത്രം ഇതാണ്, ശരണം എന്നുള്ള മന്ത്രമാണ്. ഇതെന്നാണ് ബുദ്ധൻ ശരണം എന്നുള്ള ശബ്ദം എടുത്തത്. ബുദ്ധൻ ധർമ്മം ശരണം ഗച്ഛാമി എന്നൊക്കെ. ഈ ശരണം എന്നുള്ളത് ഭാരതീയ സംസ്കാരമാണ്.
ആ ശരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നതാണ് ഈ ശരണം. നമ്മളിപ്പോൾ സമർപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനിൽ നിന്നും അകന്നു പോകുന്നത്. നമ്മൾ സമർപ്പിക്കും തോറും ഭഗവാനിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടതെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. എവിടെ നിന്ന് കിട്ടി എനിക്ക് ജ്ഞാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉണ്ണികളെ, നിങ്ങൾ വിചാരിക്കും ഈ ചണ്ടാമർക്കന്മാരൊക്കെ നമുക്ക് വല്ലതും പറഞ്ഞു തരുമോ? എൻ്റെ ജീവിതമുണ്ടല്ലോ പരമഭാഗ്യമായി തീർന്നു. എനിക്കൊരു ഗുരുവിനെ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോഴേ എനിക്ക് നേടാൻ സാധിച്ചു. ആരാന്നറിയോ ഉണ്ണികളെ? നാരദ മഹർഷിയെന്ന്. ആ നാരദ മഹർഷിയിൽ നിന്നാണ് ഞാനിതൊക്കെ മനസ്സിലാക്കിയത്. എന്താ മനസ്സിലാക്കിയത്? ശ്രുതം ഏതന്മയാ പൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദാൽ ദേവദർശനൽ. ഭാഗവതം ധർമ്മം ശുദ്ധം. ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ എനിക്ക് ശുദ്ധം ഭാഗവതം ധർമ്മം, ഭാഗവത ധർമ്മത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണത്? ജ്ഞാനം വിജ്ഞാന സംയുതം. ജ്ഞാനവും വിജ്ഞാനവും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞു തരാനുള്ള ജ്ഞാനം നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ മഹിമയുടെ ജ്ഞാനമാണ്. വാസുദേവസ്യ മഹിമ എന്നാണ് ഭാഗവതം തുടങ്ങുമ്പോൾ ഒക്കെ കണക്ട് ചെയ്യണം നിങ്ങൾ. ഭാഗവതത്തിൽ ആദ്യത്തെ പ്രഥമ സ്കന്ധത്തിൽ അവിടെ ഭാഗവതം രചിക്കാനുണ്ടായ കാര്യത്തെക്കുറിച്ച് ചോദിക്കും. അനവധി പുരാണങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ വേദവ്യാസ മഹർഷി, എന്നിട്ടും അങ്ങയ്ക്ക് മനസ്സിന് ശാന്തി കിട്ടാത്തതിന് കാരണം വാസുദേവസ്യ മഹിമ എന്നനുവർണിത. അങ്ങ് വാസുദേവ മഹിമയെ വേണ്ടത്ര പറഞ്ഞിട്ടില്ലയാണ്. ആരാണ് ഈ വാസുദേവൻ? വാസനാൽ വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. സർവചരാചരങ്ങളും ഏതൊരു സത്യത്തിലാണോ നിൽക്കുന്നത്, ചൈതന്യത്തിലാണോ നിൽക്കുന്നത്, ഏതൊന്നിലാണോ വസിക്കുന്നത്, അവനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള വാസുദേവന്റെ മഹിമയാണ് ഭാഗവതമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മഹിമയാണ് ശ്രീമൽ ഭാഗവതം, അല്ലേ? അപ്രകാരം നമ്മൾ ഭാഗവതം കേട്ടു കഴിഞ്ഞാൽ ഇതിനെ ജ്ഞാനം എന്ന് പറയും. ഇനി അത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ആ വാസുദേവനിലേക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കുന്ന വിവിധ മാർഗങ്ങളെ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ചുകൊണ്ട് നിരന്തരം അതിൽ ഉറപ്പിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളെയും ഭാഗവതം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഭാഗവതത്തെ വിളിക്കുന്നത് ജ്ഞാന വിജ്ഞാനം എന്നാണ്. ജ്ഞാനം എന്നാൽ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ആരാണ് നിലനിർത്തുന്നത്, ആരുള്ളത് കൊണ്ടാണ് ഇപ്പം ജീവിതമുള്ളത്, അത് നമുക്ക് കാണിച്ചു തരുന്നു. ലക്ഷ്യത്തെ കാണിച്ചു തരുന്നു. ഇനി ആ ലക്ഷ്യത്തിലേക്ക് ഉയരാനുള്ള മാർഗത്തെയും കാണിച്ചു തരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ സപ്താഹങ്ങൾക്ക് പോകുമ്പോണ്ടല്ലോ, കഥ കേൾക്കാൻ വേണ്ടി പോവരുത്. നമ്മൾ അവിടെ ചെന്നിട്ട് അവരോട്, ആചാര്യന്മാരോട് പറയുക തന്നെ വേണം. കഥയല്ല ഭാഗവതത്തിൽ പറയാനുള്ളത്. ഏതോ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ ഒരു മത്സ്യത്തിൻ്റെ കഥയോ കൂർമ്മത്തിൻ്റെ കഥയോ വരാഹത്തിൻ്റെ കഥയോ നരസിംഹ കഥയോ അല്ല പറയാനുള്ളത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ കഥയാണ്. ഭഗവാന്റെ കഥയല്ല, ഭഗവാനിലേക്ക് ഉയരാനുള്ള മാർഗങ്ങളാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ കഥകൾ അവതരിപ്പിച്ചതെങ്കിൽ ആ കഥകളുടെ സാരാംശം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന്. ഇന്ന് പലപ്പോഴും ഉണ്ടല്ലോ സപ്താഹങ്ങൾക്ക് പോലുമുള്ള ഒരു വിഷമം. പല ആചാര്യന്മാരും അതിൻ്റെ സത്ത മനസ്സിലാക്കാതെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അതിൻ്റെ ബാഹ്യമായിട്ടുള്ള കഥകൾ മാത്രം പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊരു ക്രൂരതയെ നോക്കൂ നിങ്ങൾ. ഇതൊക്കെയാണ് ഭാഗവതം പറഞ്ഞു തരുന്നത്. ഞാൻ ഗുരുവിൽ നിന്ന് കേട്ടിരിക്കുന്നത് കഥ എന്നുള്ളൊരു വാക്കുണ്ടോ നോക്കൂ നിങ്ങൾ. ശ്രുതം ഏതൽമയാ പൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദൽ ദേവദർശനൽ. നാരദ മഹർഷിയിൽ നിന്ന് ഞാൻ ഭാഗവത കഥ കേട്ടു എന്നല്ല, ആണോ? അതിലെ ജ്ഞാനത്തെ അതിൽ നിന്ന് മനസ്സിലാക്കി, വിജ്ഞാനത്തെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞു തന്ന പരമസത്യത്തിലേക്ക്, എൻ്റെ നിറഞ്ഞിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ഭഗവാനിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കുട്ടികളെ. അതുകൊണ്ട് നിങ്ങളും ഇത് വളരെയധികം മനസ്സിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ അസുര കുട്ടികൾക്ക് ആശ്ചര്യം. അല്ല പ്രഹ്ലാദ, ഈ നാരദരെപ്പോൾ വന്നു? നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഈ പാർട്ടിയെ. നീ കൊട്ടാരത്തിലായിരുന്നില്ല ഇത്രയും കാലം, അവിടെ വന്നിട്ട് നിന്നെ പഠിപ്പിക്കേണ്ട പ്രശ്നമില്ല. ഇനി ഇവിടെ വന്നിട്ട് അദ്ദേഹം വെയിൽ ചാടി ട്യൂഷൻ എടുക്കാനും വഴിയില്ല. കാരണം അത്രയും പാറാവുകാരും കാവൽക്കാരും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എവിടുന്ന ഈ നാരദ മഹർഷി വന്നിട്ട് നിനക്ക് ഈ ഭാഗവത ധർമ്മമൊക്കെ പറഞ്ഞു തന്നത്? അതിന് ഉത്തരം പറയാണ് 7-ാമത്തെ അധ്യായത്തിൽ. ഉണ്ണികളെ, എനിക്ക് ഭാഗവതം പറഞ്ഞു തന്നത്, ഈ ഭാഗവത തത്വം പറഞ്ഞു തന്നത് ഞാൻ ജനിച്ചു പുറത്തു വന്നപ്പോഴല്ല. എവിടുന്ന് പറഞ്ഞു തന്നു? എൻ്റെ അച്ഛൻ മന്ദരാചലത്തിലേക്ക് തപസ് ചെയ്യാൻ പോയി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ കഠിനമായ തപസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേവേന്ദ്രനൊരു തോന്നൽ, എൻ്റെ അമ്മ ഗർഭിണിയാണെന്നും ആ ഗർഭത്തിൽ ഞാൻ വളരുന്നുണ്ടെന്നും കേട്ടപ്പോൾ ഈ ലോകത്തിന് നാശം വരുത്താൻ സാധിക്കുന്ന വലിയൊരു ടെററിസ്റ്റിൻ്റെ മകൻ
ചെറിയൊരു ടെററിസ്റ്റ് ഇപ്പോൾ കയാതു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയുടെ ഗർഭത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടേക്ക് വന്നു ഇന്ദ്രൻ. അസുരന്മാരെല്ലാവരും അസുരന്മാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ അവൻ ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോകണം. വധ്യമാനസ്വരേ ഭീതാം ദുർദ്രുവോ സർവതോ ദിശം. ഗർഭപാത്രത്തിലിരിക്കുന്ന എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വിലുംബൻ രാജശിബിരം അമരാജയംഷിണ ഇന്ദ്രസ്വരാജമഹിഷിം മാതരം മമച്ചാഗ്രഹിൽ. എന്നെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി എൻ്റെ അമ്മയെ ബലാത്കാരേണ അവൻ പിടിച്ചു കൊണ്ടുപോയി. എന്തിനാ കൊണ്ടുപോയത്? അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന എന്നെ അബോർഷൻ ചെയ്യിക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് ഗർഭം നശിപ്പിച്ച ആളാണ് ദേവേന്ദ്രൻ. ആ കഥകളൊക്കെ നമ്മുടെ ഭാഗവതത്തിൽ ഇനിയുള്ളൂ കേട്ടോ. ഇതെല്ലാം ഭാഗവതത്തിൽ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതകളും. ഇന്നുണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. ഇന്നൊക്കെ വെച്ചാൽ ഇന്ദ്രൻ പെട്ടുപോയിരുന്നു. കാരണം ഇന്ന് നിയമങ്ങളുണ്ടല്ലോ, അങ്ങനെയൊന്നും ഗർഭം പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഇന്ദ്രൻ കൊണ്ടുപോവുകയാണ് കയാതുവിനെ. കൊണ്ടുപോകുന്ന സമയത്ത് ഭാഗ്യവശാൽ ആ വഴിയിലൂടെ നാരദ മഹർഷി വന്നു. നാരദ മഹർഷി കണ്ടതും ഇന്ദ്രനോട് പറഞ്ഞു, മുഞ്ച മുഞ്ച മഹാഭാഗ സതിംബര പരിഗ്രഹം. ഇന്ദ്ര കൈവിടൂ, അന്യന്റെ ഭാര്യയെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ശരിയില്ല, പ്രത്യേകിച്ച് അവളിപ്പോൾ ഗർഭിണിയാണ്, വിടു വിടൂ എന്ന് പറഞ്ഞ് കയാതുവിനെ കൈപിടിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പം ഇന്ദ്ര പറഞ്ഞു, അയ്യോ മഹർഷി, ഇക്കാര്യത്തിൽ അങ്ങ് ഇടപെടരുത്. ഇത് വലിയ ബോംബാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഒരു ബോംബ് തന്നെ വരാൻ പോണു. ഇനി അച്ഛൻ തന്നെ യഥാ രാജ തഥാ പ്രജ. അങ്ങോട്ട് തന്നെ ഇത്ര സൂപ്പർ ടെററിസ്റ്റ് ആണെങ്കിൽ പിന്നെ മകൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് ഗർഭത്തിലേ തട്ടിക്കളയാം. എനിക്കാണെങ്കിൽ ഗർഭത്തിൽ വെച്ച് തട്ടാൻ നല്ല എക്സ്പേർട്ടാണ്. അബോർഷൻ ചെയ്യിക്കാൻ പറ്റിയ ഡോക്ടറാണ് ആര്? ഇന്ദ്രൻ. പണ്ട് മരുത്തുക്കളുടെ കഥയുണ്ടല്ലോ, അങ്ങനെ അതിൽ എക്സ്പേർട്ട് നേടി. പല ഡോക്ടർമാരും പലതിൽ എക്സ്പേർട്ടായിട്ടുണ്ട്. അങ്ങനെ അതിൽ എക്സ്പേർട്ടാണ്. അവർക്ക് തിരിച്ചടിയുണ്ട് കേട്ടോ. അങ്ങനെയുണ്ടൊരു കഥ. ഞാനൊരു ഡോക്ടറെ കേട്ടിരിക്കുന്നത് ഡൽഹിയിലാണ്, നോയിഡയിൽ. അദ്ദേഹത്തിന് ഇത് തന്നെയായിരുന്നു ജോലി, ഈ വേണ്ടാത്ത ഗർഭങ്ങളൊക്കെ നശിപ്പിക്കല്. അങ്ങനെ നശിപ്പിച്ച് കാലം ചിലർക്ക് കൊടുക്കുന്ന അടി അത് ഗംഭീരം തന്നെയാണ്. ഇങ്ങോർക്കൊരു മകളാണ്. ഒരിക്കലും മകള് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി തുണി അലക്കിടാൻ വേണ്ടിയിട്ട്, അങ്ങനെ അലക്കിടാൻ ഓരോ സാധനങ്ങൾ അവിടെ ഇടുന്ന സമയത്ത് അവൾ ശ്രദ്ധിച്ചില്ല. അവരുടെ വീട്ടിൻ്റെ ഒരു സൈഡിലൂടെ മെയിൻ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട്. അത് പൊട്ടിയിട്ട് ഒരു കഷ്ണം അവിടെ കിടക്കുന്നുണ്ട്, പവറുള്ള സാധനം. ഇവളറിയാതെ ശ്രദ്ധ വന്നില്ല ഇവൾക്ക് എന്താന്നുള്ളത്. കയറാന്ന് വിചാരിച്ച് പോയി എടുത്തു. ആ കിട്ടിയടി കത്തി കരിഞ്ഞ് ആ മനുഷ്യനിപ്പം മനസ്സൊക്കെ മാറ്റി. ഇവ വലിയൊരു ഭക്തനൊക്കെ ആയിട്ട് നടക്കുകയാണ്. അങ്ങനെയും ഉണ്ട് ലോകത്തിലെ ആളുകൾ അടി കിട്ടിയിട്ട്. ഏതായാലും ഇന്ദ്രനോട് പറഞ്ഞു, ഈ ഗർഭത്തിലിരിക്കുന്ന കുട്ടി നീ വിചാരിക്കുന്നത് പോലെ ഒരു ക്രൂരനോ രാക്ഷസനോ അസുരനോ അല്ല. പിന്നെ ആരാണ്? അയം നിൽക്കിൽ ബിഷപ്പ് സാക്ഷാൽ മഹാഭാഗവതോ മഹൻ ത്വയാന പ്രാപ്സ്യതേ സപ്തം അനന്താനുചരോ ബലി. ഈ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയുണ്ടല്ലോ, സാക്ഷാൽ മഹാഭാഗവതോ, ഭഗവാന്റെ പരമഭക്തനാണ്, എത്രയോ ഔന്നത്യത്തിൽ എത്താൻ പോകുന്ന ആളാണ്. ന പ്രാപ്സ്യതേ, നിനക്ക് കൊല്ലാൻ സാധ്യമല്ല, നിനക്ക് തൊടാൻ തന്നെ സാധ്യമല്ല. അനന്താനുചരോ ബലി, ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം, ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തിൽ നിൽക്കുന്ന കുട്ടിയാണത്. അത് കേട്ടതും ഇന്ദ്രന് പേടി. അതുകൊണ്ട് തതൊന്നമാതരമിഷി സമാനീയ നിജാശ്രമം ആശാസേഹോഷതം വത്സേ യാവൽത്തേ ബദ്ധുരാഗമ. ഇന്ദ്രൻ അത് കേട്ടതും ആ കയാതുവിനെ പ്രണമിച്ചുകൊണ്ട് ചുറ്റും നമസ്കരിച്ചുകൊണ്ട് പ്രദക്ഷിണം വെച്ചുകൊണ്ട് അവിടുന്ന് പോയി എന്നാണ്. നാരദ മഹർഷി ദേവിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഭർത്താവ് വരുന്നത് വരെ എൻ്റെ ആശ്രമത്തിൽ വന്ന് താമസിച്ചോളൂ. യാവൽത്തേ ഭർത്തുരാഗമ, ഭർത്താവ് വരുന്നത് വരെ അവിടെ വന്ന് താമസിച്ചോളൂ. എന്നിട്ടോ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ടോ ആ ദേവി തദേത്യവാത്സേ ദേവർഷേരന്തിസാപ്യോകുതോഭയ യാവൽ ദൈത്യപതിർഘോരാൽ തപസോ നിവർത്തത. ഇവിടെയാണെങ്കിൽ വളരെ കഠിനമായ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹിരണ്യകശിപു. ഇപ്പുറത്താണെങ്കിലോ കയാതു എന്ന് പറയുന്ന ഭാര്യ നാരദ മഹർഷിയുടെ ആശ്രമത്തിലും. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഋഷിം പര്യതത്ര ഭക്ത്യാ പരമയാ സധി അന്തരവഗ്നി സ്വഗർഭസ്യ ക്ഷേമ ഇച്ഛ പ്രസൂധയേ. ഗർഭപാത്രത്തിലിരിക്കുന്ന ഉണ്ണി അതങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ മഹർഷിക്ക് വേണ്ടുന്ന സേവനങ്ങളൊക്കെ ചെയ്യും. ഋഷിയാണെങ്കിലോ കാരുണികത്തസ്യ പ്രാതാലുഭയമീശ്വര ധർമ്മസ്യ തത്വം ജ്ഞാനം ച മാമപി ഉദ്ദിശ്യ നിർമ്മലം. ഋഷി കാരുണിക, ഋഷി നല്ല കരുണാമയനായതുകൊണ്ട് ഭ്രാതാൽ ഉഭയമീശ്വര, രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ട്. എന്താ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടതായിട്ടുള്ളത്. ഏതൊക്കെയാണത്? ശ്രദ്ധിക്കണേ. പറയുന്നത് വേദത്തിൽ പറയും, അതായത് ഞാൻ വേദം എന്ന് പറയുമ്പം ഉപനിഷത്തുക്കളിൽ പറയും,
ദ്വേ വിദ്യേ വേദിതവ്യേ പരാചൈവ പരാചതേ. ഇവിടെ രണ്ട് വിദ്യകൾ അറിയേണ്ടതുണ്ട്. ദ്വേ വിദ്യേ വേദിതവ്യേ, പരാച്ച അപരാച്ച. അപരാവിദ്യയും പരാവിദ്യയും. പാരവിദ്യയല്ല. പാരവിദ്യ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭാരവയ്ക്കുന്ന ആ വിദ്യയല്ല. പരാവിദ്യ. അപരം പരം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അപരമായതെന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നത്, എന്നും ഒരുപോലെ ഇരിക്കാത്തത്, നശിച്ചു പോകുന്നത് എന്നൊക്കെ അർത്ഥം. താഴ്ന്നത് എന്നർത്ഥം. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, നിത്യമായത്, ശാശ്വതമായത്, ഉയർന്നത് എന്നർത്ഥം. അപ്പൊ താഴ്ന്നതിനെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുക, ഉയർന്നതിനെക്കുറിച്ചും. അതേതാ താഴുന്നത്? ഭൗതികമായതെല്ലാം താഴും. ഈ ശരീരം ഭൂമിയോട് ചേർന്നിരിക്കുന്നു, ഇത് ഭൂമിയോട് ഒട്ടി നിൽക്കുന്നു. ഇതിന് നടക്കണം എന്നുണ്ടെങ്കിൽ, ഇതിന് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം? ഭൂമി വേണം. അപ്പൊ ഭൂമിയോട് ചേർന്ന് നിൽക്കാൻ കാരണം ഇത് ഭൂമിയിൽ നിന്നും വന്ന സാധനമാണ്. അത് തിരിച്ച് ഭൂമിയിലേക്ക് പോവുക തന്നെ വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ നമ്മുടെ മനസ്സ് ഭൂമിയിൽ നിന്നല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മനസ്സിന് താഴാൻ സാധ്യമല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിനെ താഴാൻ പറ്റാത്ത മനസ്സിനെ നമുക്ക് നിരന്തരം താഴ്ത്തുന്ന ചിന്തകളെ കൊണ്ട് താഴ്ത്താൻ കുറെ ശ്രമിക്കാം. എന്നാലും മനസ്സ് വീണ്ടും 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 എന്ത് ചെയ്യും? ഉയരാൻ ശ്രമിക്കും. അപ്പോൾ ഉയരാൻ സാധിക്കുന്ന മനസ്സിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഉയർത്താൻ വളരെ സാധിക്കുന്നതാണ്, പ്രയാസമില്ലാത്തതാണ്. സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സിനെ ഉയർത്താൻ പറ്റും. ഒരു വസ്തു സൂക്ഷ്മമാവും തോറും, അത് കൂടുതൽ വികസിച്ചു നിൽക്കുന്തോറും അതിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. ഒരു വസ്തു സ്ഥൂലമാകും തോറും അത് താഴ്ന്ന് പോകും. നിങ്ങൾ നോക്കൂ, വസ്തുവിൻ്റെ സൂക്ഷ്മത കൂടുന്തോറും വികാസം മുകളിലേക്കാണ്. വസ്തുവിൻ്റെ സ്ഥൂലത കൂടുന്തോറും, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു തുള്ളി വെള്ളം അത് ഘനം കൂടുന്തോറും താഴോട്ട് വീഴും. അതിനെ നീരാവിയാക്കും തോറും, അതിൻ്റെ സൂക്ഷ്മത കൂടുന്തോറും അത് മുകളിലേക്ക് പോകും. അതിൻ്റെ സ്ഥൂലത